എല്ലാവർക്കും വിനീത നമസ്കാരം. ഇന്ന് ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം. അഷ്ടമി രോഹിണി ദിവസമാണല്ലോ ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ പുണ്യ ജന്മം. സന്ധ്യ കഴിഞ്ഞ് രാത്രി തുടങ്ങണു. കാലം സകല ഗുണ സമ്പൂർണമായി ദിക്കുകളെല്ലാം പ്രകാശിച്ചു. ദിഗ്ദേവതമാര് സന്തോഷം കൊണ്ട് പുഞ്ചിരി തൂകുകയാണോ എന്ന് തോന്നി. ആകാശത്തില് നക്ഷത്രങ്ങൾ തെളിഞ്ഞു. ഭൂമിയിലെ എല്ലാ ദിക്കിലും മംഗളങ്ങൾ ഇങ്ങനെ കാണുമാറായി. വൃക്ഷങ്ങള് ഫലസമ്പൂർണമായി. പള്ളികളിലൊക്കെ തളിരുകൾ നിറഞ്ഞു. ചെടികളില് പൂക്കുലകൾ ഇങ്ങനെ വികസിച്ചു നിന്നു. തണുത്ത കാറ്റ് സുഗന്ധത്തെ വഹിച്ചുകൊണ്ട് മന്ദം മന്ദം വീശി തുടങ്ങി. ഋഷിമാരുടെ ആശ്രമത്തിലേക്ക് അഗ്നി അങ്ങനെ ശാന്തമായിട്ട് ജ്വലിച്ചു. സജ്ജനങ്ങളുടെ മനസ്സ് ഏറ്റവും സന്തോഷിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ കാണുമാറായി. ദേവന്മാരും മഹർഷിമാരും പുഷ്പവർഷം ചെയ്തു. കിന്നരന്മാരും ഗന്ധർവന്മാരും പാടി. വിദ്യാധിരികളും അപ്സരസുകളും നർത്തനം ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് അർദ്ധരാത്രി സമയത്ത് ഭഗവാൻ ദേവകീ ദേവിയിൽ നിന്നും ആവിർഭവിച്ചു അത്ഭുത ബാലക രൂപത്തിൽ. തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാരുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഘവൈഡൂര്യ കിരീടകുണ്ടലത്തിഷാ പരിഷക്ത സഹസ്രകുന്തളം ഉദ്ദാമകാഞ്ജംഗത കങ്കണാദിവിരോചമാനം സുദേവ ഐക്ഷത. അത്ഭുത ബാലകനായിട്ട് ശോഭിക്കുന്ന ആ ഭഗവാന്റെ ദിവ്യരൂപത്തെ വസുദേവര് കൺകുളിർക്കെ നോക്കിക്കണ്ടു. രത്നങ്ങളാൽ മിന്നിത്തിളങ്ങുന്ന കിരീടം, പഞ്ചമിചന്ദ്രനെ പോലെ ശോഭിക്കുന്ന തിരുനെറ്റിയില് അളകങ്ങളുടെ ഭംഗി, ആ ഗോപിക്കുറി, ചലിച്ചുകൊണ്ടിരിക്കുന്ന ചില്ലീലതകള്, താമരയിതള് പോലെ ദയാർദ്രങ്ങളായ നയനങ്ങള്, ശംഖചക്ര ഗദാപത്മങ്ങള് ധരിച്ച 4 തൃക്കൈകള്, കൗസ്തുഭരത്നം ശോഭിക്കുന്ന കണ്ഠപ്രദേശം, ശ്രീവത്സത്തെ ധരിച്ച തിരുമാർവിടം, പാദം വരെ താണു കിടക്കുന്ന വനമാല, ആ തങ്കക്കസോടുകൂടിയ പീതാംബരപ്പെട്ട് അഞ്ചിലം പണിഞ്ഞ തൃപ്പാദങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആ അത്ഭുത ബാലനെ ദേവകി വസുദേവന്മാര് കണ്ട് ആനന്ദിത സ്തുതിക്കുകയാണ്. നമുക്കും വസുദേവര് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലും നമുക്ക് ആ കണ്ണനെ ഹൃദയത്തോട് ചേർത്ത് നിർത്താം. ഭഗവാൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഹൃദയ കമലത്തിലിരുന്ന് പ്രകാശിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 21 ശ്ലോകം 19, 20, 21, 22, 23, 24, 25, 26, 27 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണ നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്यै നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ
വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 19. ഗർഗാൽ ശിനിസ്തതോ ഗാർഗ്യ ക്ഷത്രാൽ ബ്രഹ്മഹ്യവർത്തത ദുരിതക്ഷയോ മഹാവീര്യാൽ തസ്യ ത്രയ്യാരുണി കവി. ആ മന്യുന്റെ പുത്രനായിട്ടുള്ള നരന്റെ വംശം പറഞ്ഞതിന് ശേഷം ആ ഗർഗന്റെ വംശം പറയാണ്. പുഷ്കരാരുണി ഇത്യത്ര യേ ബ്രാഹ്മണഗതിം ഗതാഃ ബൃഹൽക്ഷത്രസ്യ പുത്രോ ഭൂത് ഹസ്തി യത് ഹസ്തിനാപുരം. ഗർഗനിൽ നിന്ന് ശിനി എന്ന പുത്രനും അദ്ദേഹത്തിൽ നിന്ന് ഗാർഗ്യൻ എന്നു പേരായ പുത്രനും ഉണ്ടായി. ഇങ്ങനെ ക്ഷത്രജാതിയിൽ നിന്ന് ബ്രാഹ്മണ ജാതിയും ഉണ്ടായി. ഇനി മഹാവീരന്റെ വംശം പറയണു. മഹാവീരനിൽ നിന്ന് ദുരിതക്ഷയൻ എന്നുപേരായ പുത്രനും അദ്ദേഹത്തിൽ നിന്ന് ത്രയ്യാരുണി, കവി, പുഷ്കരാരുണി എന്ന 3 പുത്രന്മാരും ഉണ്ടായി. ഇപ്രകാരം ക്ഷത്രിയ വംശത്തിൽ ജനിച്ചവരാണെങ്കിലും കർമ്മം കൊണ്ട് ബ്രാഹ്മണരായിട്ട് ഭവിച്ചു ഇവര്. ഇനി മന്യുവിന്റെ മൂത്ത പുത്രനായ ബൃഹൽക്ഷത്രന്റെ വംശം പറയണു. ബൃഹൽക്ഷത്രന് ഹസ്തി എന്നുപേരായ പുത്രൻ ഉണ്ടായി. അദ്ദേഹം നിർമ്മിച്ച രാജ്യമാണ് ഹസ്തിനാപുരം. ബൃഹൽക്ഷത്രനാണ് ഹസ്തിനാപുരം നിർമ്മിച്ചത് എന്ന് പറയുന്നു. അജമീഢോ ദ്വിമീഢശ്ച പുരുമീഢശ്ച ഹസ്തിന അജമീഢസ്യ വംശ്യാസു പ്രിയമേധാദയോ ദ്വിജാഃ. ഹസ്തിക്ക് അജമീഢൻ, ദ്വിമീഢൻ, പുരുമീഢൻ എന്ന 3 പുത്രന്മാരുണ്ടായി. അജമീഢന്റെ വംശരായിട്ട് പ്രിയൻ, മേധൻ മുതലായവര് ജനിച്ചു. അവരും ദ്വിജന്മാരായിട്ട് ഭവിച്ചു. അവരും ബ്രാഹ്മണരായി എന്നാ പറയണം. അജമീഢാൽ ബൃഹദിഷു തസ്യ പുത്രോ ബൃഹദ്ധനു ബൃഹൽക്കായസ്തത തസ്യ പുത്ര ആസീൽ ജയദ്രഥ. അജമീഢന് ബൃഹദിഷു എന്നുപേരായ വേറൊരു പുത്രനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ ബൃഹദ്ധനുസ്. ആ ബൃഹദ്ധനുസിന്റെ പുത്രൻ ബൃഹത്കായൻ. അദ്ദേഹത്തിന്റെ പുത്രൻ ജയദ്രഥൻ. തത്സുതോ വിശദസ്തസ്യ സേനജിത് സമജായത രുചിരാശോ ദൃഢധ കാശ്യോ വത്സശ്ച തൽസുതാ. ജയദ്രഥന്റെ പുത്രൻ വിശദൻ. അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് സേനജിത്ത് ജനിച്ചു. സേനജിത്തിന്റെ പുത്രന്മാരാണ് രുചിരാശ്വൻ, ദൃഢധനുസ്, കാശ്യൻ, വത്സൻ എന്നുപേരായിട്ടുള്ള 4 പേര്. 4 പുത്രന്മാര് സേനജിത്തിന് ഉണ്ടായി. രുചിരാശ്വസുത പ്രാജ്ഞ പൃഥുസേനസ്തദാത്മജ പാരസ്യ തനയോ നീവ തസ്യ പുത്രശതം ത്വഭൂത്. രുചിരാശ്വപുത്രൻ പ്രാജ്ഞൻ, അദ്ദേഹത്തിന്റെ പുത്രൻ പൃഥുസേനൻ, അദ്ദേഹത്തിന്റെ പുത്രൻ പാരൻ, അദ്ദേഹത്തിന്റെ പുത്രൻ നീവൻ. നീവന് 100 പുത്രന്മാരുണ്ടായി. സകൃത്യാം ശുകകന്യായാം ബ്രഹ്മദത്തമജീജനൽ സയോഗീ ഗവിഭാര്യായാം വിശ്വക്സേനമഥാത്സുതം. ആ നീവന് ശുഗന്റെ പുത്രിയായ കൃത്യ എന്നുപേരായ ഭാര്യയില് ബ്രഹ്മദത്തൻ എന്നുപേരായ ഒരു പുത്രൻ ഉണ്ടായി. യോഗിയായ ബ്രഹ്മദത്തൻ ഭാര്യയായ ഗോവിൽ എന്ന് പറഞ്ഞ സരസ്വതി വിശ്വക്സേനൻ എന്നുപേരായ ഒരു പുത്രനെ ജനിപ്പിച്ചു. ജൈഗീഷവ്യോപദേ യോഗതന്ത്രം ചകാരഃ ഉദസ്വനസ്തതസ്തസ്മാൽ ഭല്ലാദോ ബാർഹദീഷവ. യോഗിയായ ബ്രഹ്മദത്തൻ ജൈഗീഷവന്റെ ഉപദേശം കൊണ്ട് യോഗശാസ്ത്രം നിർമ്മിച്ചു. വിശ്വക്സേനന് ഉദസ്വനൻ എന്നൊരു പുത്രനുണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് ഭല്ലാദൻ എന്നൊരു പുത്രനുണ്ടായി. ഇവരെല്ലാവരും ബൃഹദിഷുവിന്റെ വംശത്തിലെ ജനിച്ചവരാണ്. യവീനരോധിമീഢസ്യാധൃതിമാൻ തൽസ്തുതസ്മൃത നാംനാ സത്യധൃതിർയസ്യ ദൃഢനേമി സുപാർശ്വകർ. ഇനി ദ്വിമീഢന്റെ വംശം പറയാണ്. ദ്വിമീഢന്റെ പുത്രൻ യവീനരൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ധൃതിമാൻ, അദ്ദേഹത്തിന്റെ പുത്രന് സത്യധൃതി എന്ന പേര്, അദ്ദേഹത്തിന്റെ പുത്രൻ ദൃഢനേമി, ആ ദൃഢനേമിയുടെ പുത്രൻ സുപാർശ്വൻ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.